കട്ടപ്പനയിൽ പണം തിരികെ നൽകാൻ വിസമ്മതിച്ച ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കിയ വാർത്ത നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. മുളങ്ങാശ്ശേരി സ്വദേശി സാബുവാണ് റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിൽ ആത്മഹത്യ ചെയ്തത്. പണം ആവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് അധികൃതർ അധിക്ഷേപിച്ചെന്ന് സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ജീവനക്കാർ സാബുവിനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഞങ്ങളുടെ ഹസ്ബൻഡാണ്. പുള്ളി കുറച്ചുനാൾ ഓസ്ട്രേലിയയിലായിരുന്നു. ഓസ്ട്രേലിയയിലുള്ള സമ്പാദ്യമൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങുകയും കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അത്യാവശ്യം 35 ലക്ഷത്തോളം രൂപ ഡിപ്പോസിറ്റ് ഇട്ടതായിട്ടാണ് എൻ്റെ പെങ്ങൾ പറഞ്ഞ് എനിക്ക് അറിയാൻ കഴിയുന്നത്. 35 ലക്ഷത്തിൽ നിന്ന് ഒരു 14 ലക്ഷം രൂപയോളം തിരിച്ച് കിട്ടിയതായിട്ടാണ് അറിവ്. അത് കഴിഞ്ഞ് ബാക്കി പൈസയുടെ മാസം തോറും പലിശ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പെങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച മുതലക്കോട് ആശുപത്രിയിൽ യൂട്രസ് റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജ് ആകേണ്ടതായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ പുള്ളി ബാങ്കിൽ ചെല്ലുകയും 2 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വൈഫിന് ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ പൈസ കൊടുക്കാതിരിക്കുകയും അവിടെ ബാങ്കിൽ എന്തോ വാക്കുതർക്കം ഉണ്ടാകുകയും എന്തെന്നുള്ള ഉണ്ടായതായിട്ടാണ് എനിക്ക് എൻ്റെ ചേട്ടൻ്റെ വൈഫിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ചേട്ടൻ്റെ വൈഫ് അവിടെ ഹോസ്പിറ്റലിൽ പെങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ വാക്കുതർക്കം ഉണ്ടാകുകയും ബാങ്കിൽ നിന്ന് പൈസ കൊടുക്കാതെ പുള്ളിയെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം എത്തുന്നു. സന്ദീപ് രാജാക്കാട് ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. കടക്കെണി, കർഷക ആത്മഹത്യ എന്നതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഒരു നിക്ഷേപകന് തന്റെ സ്വന്തം പണം തിരിച്ചു കിട്ടാതെ വരുമ്പോൾ ജീവൻ ഒടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബാങ്ക് ആ നിക്ഷേപകനോട് ഇങ്ങനെ ചെയ്തത്? ബാങ്കിന് ആ പണം തിരിച്ചു കൊടുക്കാൻ പണം ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണോ? എന്താണ് അവിടെ നടന്നത്? സുജയ, എന്തായിരുന്നാലും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ഈ കട്ടപ്പന ബാങ്കിൻ്റെ സമീപത്ത് നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഈ നിൽക്കുന്നത് ഇവിടെ നിന്നാണ് ഈ ബാങ്കിന് ഉള്ളിലേക്ക് പോവുക. എന്തായിരുന്നാലും മറ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ആ പ്രതിഷേധമൊക്കെ തൽക്കാലത്തേക്ക് അവസാനിച്ചു എങ്കിൽ പോലും ആ ദൗർഭാഗ്യകരമായ സംഭവത്തെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. അദ്ദേഹം ഇന്ന് പുലർച്ചെയോ രാത്രിയിലോ എന്ന് വ്യക്തമല്ല, ഇതുവഴിയാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് ഇവിടെ എത്തി ഇന്നലെ പകൽ സമയത്ത് ഇതിലൂടെ വന്ന് ഇതേ ബാങ്കിൽ തന്നെ വന്ന് ഈ പണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ വളരെ മോശമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മനോവിഷമം, ഭാര്യ ആശുപത്രിയിൽ കിടക്കുകയാണ്. ആശുപത്രിയിൽ കിടക്കുന്ന ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. ആ പണമാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ആ പണം നൽകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധം, വലിയ രീതിയിൽ അദ്ദേഹത്തെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം അതിനുശേഷം വീട്ടിലേക്ക് പോയി ഏതാണ്ട് 10 മണിവരെ വീട്ടിൽ ഉറങ്ങാതിരിക്കുന്നത് മകന് അറിയാമായിരുന്നു. എന്നാൽ മകൻ പിറ്റേ ദിവസം ഇന്ന് രാവിലെയാണ് അന്വേഷിച്ചെത്തുന്നത്. അദ്ദേഹം ഇന്നലെ ഇതുവഴി കടന്ന് വന്ന ഈ സ്റ്റെപ്പ് കയറി മുകളിലത്തെ നിലയിലാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത്. ആ ബാങ്കിൻ്റെ അകത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ മുതലാണ്, ഇതാണ് ബാങ്കിൻ്റെ ഉൾഭാഗം, ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് ബാങ്ക്. ഇവിടെ എത്തിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ നിന്ന് തിരിയുമ്പോൾ ഈ മുകളിലേക്ക് അടുത്ത നിലയിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ കേഴ്സാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ സ്റ്റെയർ കേഴ്സിൻ്റെ ഈ ഭാഗത്തായിട്ടായിരുന്നു അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അത്രയധികം മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നിന്നും മുകളിൽ നിന്നും താഴേക്കായിരുന്നു അദ്ദേഹം കഴുത്തിൽ ഒരു കുരുക്കിട്ട് ജീവിതം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് വലിയ ദൗർഭാഗ്യകരമായ കാര്യമാണ്. കാരണം അദ്ദേഹം വിദേശത്തൊക്കെ ഉണ്ടായിരുന്നു. ആ പണം നിക്ഷേപിച്ചിരുന്നത് ഈ ബാങ്കിലാണ്. അവിടെ നിന്നും കുറേശ്ശെ പണം തിരികെ കൊടുക്കുന്നുണ്ടായിരുന്നു. ബാങ്കിൻ്റെ ഒരു വിശദീകരണമായി പറയുന്നത് ഓരോ മാസവും തുക തിരികെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നിച്ചൊരു വലിയ തുക അവിടെ നിന്നും പിൻവലിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പണം 1 ലക്ഷം രൂപ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. അത് അത്രയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ട് ഇവിടുന്ന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പിലടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തി ആ ഒരു പ്രതിഷേധം. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അവസാനം പറയുന്നത് ഇനിയൊരു ഒരാൾക്കും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അത്തരത്തിലാണ്. എന്തായിരുന്നാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രതിഷേധങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവസാനിച്ചിരിക്കുകയാണ്. പ്രതിഷേധം അവസാനിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്
ഈ കുടുംബം ആ വിഷയത്തിൽ ഇടപെട്ടു. കാരണം ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഈ മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. പക്ഷേ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഒരു 3 ദിവസത്തിന് ശേഷമാണ് വിദേശത്തുള്ള ബന്ധുക്കളൊക്കെ തിരിച്ചെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 3 ദിവസം കഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ ശരി, സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്.